Hi friends, everyone Lal Brothers Miliki Swagam. Panamakina plus one max in the improvement part 2 complex numbers in part 2 discuss here. Panamla Kaina class A plus IB form express in the Noki which it under Baki in the Padikaman polar form. The important topic sure 100% exam where the topic polar form of a complex number. Complex number in the polar form and introduction there. Okay. First then argand representation argand. Sangha illa. But ningalakku put your complex number z equal to 2 plus 3i. A plus I become z equal to x plus iy. What is x and 2? Y and 3. About the coordinates are 2, 3. Okay, now a plus ib and x plus iy form. X is real part, y is imaginary part. Pretty I quotient x plus 5a and I y is 2, 3. We will represent a number line. This is 0. This x axis, y axis. X is point, this is 1, this is 2. This x is point 2. Y 1, 2, 3. x2 y3 ഇവിടെ എല്ലാ പോയിന്റ് വരുന്ന x2 y3 പിടിയോ എന്താ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചിടുക ഇതാണ് ആർഗന്റെ റെപ്രസന്റേഷൻ ഇതാണ് സിംപ്ലി ആരെന്ന് പറഞ്ഞാ 2 + 3i എന്ന് പറഞ്ഞാ 2 + 3 എന്ന കോംപ്ലക്സ് നമ്പറിന്റെ ആർഗന്റെ റെപ്രസന്റേഷൻ എന്ന് പറഞ്ഞാ ഇതാണ് ഈ ആംഗിൾ തീറ്റ ഈ ആംഗിളിൽ നമ്മൾ പിടിയില്ല സംശയമൊന്നുമില്ലോ ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് തീറ്റ ഇനി സപ്പോസ് 2 minus 3i ആയിരുന്നെങ്കിലോ കോർഡിനേറ്റ് ആരാ 2 minus 3 അപ്പോൾ x പോസിറ്റീവ് y നെഗറ്റീവ് അപ്പോൾ എങ്ങോട്ട് വരും താഴോട്ട് x പോസിറ്റീവ് y നെഗറ്റീവ് അപ്പോൾ ഇവിടെ -1 -2 -3 അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ വരും പോയിന്റ് അപ്പോൾ ഇങ്ങനെ വരയ്ക്കുക പിടിയിട്ടോ x പോസിറ്റീവ് y ആരാണ് നെഗറ്റീവ് അപ്പം ആൾമോസ്റ്റ് ഇങ്ങനെ വരും പിടിയിട്ടോ അപ്പോൾ നമ്മൾ ഓരോ രീതിയിലും എന്ത് ചെയ്യുക വരുന്ന വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക വരയ്ക്കുക ഇനി വേറെ ഇതാണെങ്കിലോ -2 plus 3i x negative y positive അപ്പോൾ -1 -2 അപ്പോൾ ആരാ -2 3 അപ്പോൾ ഇത് വരും അല്ലേ പോയിന്റ് ഇങ്ങനെ വരയ്ക്കുക അപ്പോൾ ആംഗിൾ ഇങ്ങനെ ഇടും കേട്ടോ ഇതാണ് തീറ്റ എന്ന് പറഞ്ഞത് ക്ലിയർ ആയോ പിടികിട്ടിയോ അപ്പോൾ ഈ ഒരു റെപ്രസന്റേഷനെ പറയുന്ന പേരാണ് ആർഗന്റെ റെപ്രസന്റേഷൻ ഒരു മാർക്കിന് ചോദിച്ചാൽ ജസ്റ്റ് അങ്ങ് റെപ്രസെന്റ് ചെയ്ത് കൊടുക്കുക പിടികിട്ടിയോ ഇനി what is polar representation എന്താണ് polar representation എന്ന് പറഞ്ഞുതരാം ഇതിന് ആർഗൻ റെപ്രസെന്റേഷൻ തന്നെയാണ് ഇതിനെ എടുക്കുക 2 + 2 3 ഞാൻ ഇപ്പോൾ എടുത്തു ഇവിടെ 2 3 ഇത് സിംപ്ലി ആർഗൻ റെപ്രസെന്റേഷൻ ഞാൻ ഇവിടെ 2 3 ക്ക് പകരം പോളാർ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യുന്നു പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാ r തീറ്റ തീറ്റ എന്ന് പറഞ്ഞ ഈ ആംഗിളും r എന്ന് പറഞ്ഞ ഈ ഡിസ്റ്റൻസ് ആണ് r തീറ്റ എന്ന് പറഞ്ഞ ഈ ആംഗിൾ അപ്പൊ ഈ ഓർഡേർഡ് പെയർ r തീറ്റയെ വിളിക്കുന്ന പേരാണ് പോളാർ കോർഡിനേറ്റ്സ് ഈ xy വിളിക്കുന്ന പേരാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ഇത് പോളാർ കോർഡിനേറ്റ്സ് r തീറ്റയെ പറയുന്ന പേരാണ് പോളാർ കോർഡിനേറ്റ്സ് r what is r r എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് സിംപ്ലി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വേർ r is modulus of z modulus എന്ന് പറയുമ്പോൾ ആരാ √x² + y² അല്ലെങ്കിൽ a² + b² ആണ് പഠിച്ചില്ലേ ഇവിടെ എന്താണ് മോഡുലസ് എന്ന് പറഞ്ഞാൽ ആരാണ് മോഡുലസ് എന്ന് പറയുമ്പോൾ ആരാണ് r = modulus of z √x² + y². തീറ്റയെ വിളിക്കുന്ന പേരാണ് ആർഗ്യുമെന്റ് ചില ആൾക്കാർ ആംപ്ലിറ്റ്യൂഡ് എന്നും വിളിക്കാറുണ്ട് അതാണ് തീറ്റ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം രണ്ട് മെത്തേഡ് tan inverse of modulus of y/x വെച്ച് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ വേറെ ഫോർമുല വേറെ രീതിയിലാണ് പഠിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് മോഡുലസ് ഇതാണ് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ തീറ്റ ഈ ഓർഡറുടെ പേരിനെ വിളിക്കുന്ന പേരാണ് പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ മോഡുലസും പിന്നെ ആരുമാണ് ആംഗിളും അതാണ് പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയും കേട്ടോ സിംപ്ലി അപ്പോൾ എന്താണ് പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ മോഡുലസും ആർഗ്യുമെന്റും കൂടെ ചേർന്നതാണ് ചിലപ്പോൾ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഫൈൻഡ് ദ പോളാർ കോർഡിനേറ്റ്സ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ ഫൈൻഡ് ദി പോളാർ കോർഡിനേറ്റ്സ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ എന്ന് ചോദിച്ചാൽ അവിടെ മീൻ ചെയ്യുന്നത് ആറും കണ്ടുപിടിക്കുക തീറ്റയും കണ്ടുപിടിക്കുക അയ്യോ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പോകരുത് പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരാണ് ആറും തീറ്റ വാട്ട് ഈസ് r മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഇസ് കോൾഡ് r ഫോർമുല അറിയാലോ തീറ്റ കണ്ടുപിടിക്കാൻ ഇപ്പം പറഞ്ഞുതരാം പിടികിട്ടിയോ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ക്ലിയർ ആണേ അപ്പോൾ നമ്മൾ ഇനി പോളാർ ഫോമിലോട്ട് പോവാണ് ഓക്കെ
അപ്പം ഇതാണ് പോളാർ, ഇതാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്, അതിന്റെ പോളാർ കോർഡിനേറ്റ്സ് ആണ് ഇത്. ഓക്കെ, ഇനി നിങ്ങളൊരു കോംപ്ലക്സ് പോളാർ ഫോം പഠിക്കാൻ പോവാണ് കേട്ടോ. ഏത് ഫോമാണ്? ജസ്റ്റ് തിയറി ആണ്, പ്രോബ്ലം വരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോളാർ ഫോം. ഓക്കെ, എന്താണ് പഠിക്കാൻ പോകുന്നത്? പോളാർ ഫോം. ഇവിടെ ശ്രദ്ധിച്ചോ, നമുക്ക് സാധാരണ നമ്മളൊരു കോംപ്ലക്സ് നമ്പർ x എക്സ് പ്ലസ് ഐ വൈ എന്ന് എടുത്തു. നമ്മൾ നേരത്തെ എ പ്ലസ് ഐ ബി എന്ന് എടുക്കും, ഞാൻ ഇവിടെ എക്സ് പ്ലസ് ഐ വൈ എന്ന് എടുത്തു കേട്ടോ. ഓക്കെ, ഇവന്റെ പോളാർ ഫോം എന്ന് പറഞ്ഞാൽ പോളാർ ഫോം ഇത് സാധാരണ കാർട്ടീഷ്യൻ ഫോം കേട്ടോ. ഇത് പോളാർ ഫോം എന്ന് പറഞ്ഞാൽ z ഈക്വൽ ടു ആർ cos theta plus I sin theta where r is equal to modulus of z is equal to root of x square plus y square. ഇതാണ് മോഡുലസ്. നേരത്തെ തന്നില്ലേ, തീറ്റ is the ആരാണ്? ആർഗ്യുമെന്റ് ഓർ ആംപ്ലിറ്റ്യൂഡ് എഴുതിട്ടോ കേട്ടോ. ഇതാണ് പോളാർ റെപ്രസെന്റേഷൻ. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ ഒരു കോംപ്ലക്സ് ഫോമിൽ സാധാരണ റെപ്രസെന്റ് ചെയ്യും, ഒന്നെങ്കിൽ ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യും, അല്ലെങ്കിൽ പോളാർ ഫോം. ഇവിടെ കിട്ടിയോ? നമ്മൾ ഈ രീതിയിൽ തന്നിട്ട് പോളാർ ഫോമിൽ എഴുതാനും പഠിക്കും. ഇപ്പൊ എക്സാമിന് ചോദിക്കുന്നത് തിരിച്ചാണ്, പോളാർ ഫോം തന്നിട്ട് ഈ രീതിയിൽ എഴുതാൻ പറയും. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഇതിലോട്ടും പോകാൻ പഠിക്കും, ഇതിൽ നിന്ന് ഇതിലോട്ടും പോകാനും പഠിക്കും. ഇവിടെ കിട്ടിയോ? സംശയം ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ ഇതാണ്, അത് നമ്മളിപ്പം പഠിക്കും. ഓക്കെ, അതും കൂടെ പഠിക്കുമ്പോൾ ഈ ചാപ്റ്റർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും കേട്ടോ. നെക്സ്റ്റ് നിങ്ങൾക്ക് അത് ടെക്സ്റ്റിൽ ഒരു പ്രോബ്ലം ചെയ്യാം, എന്നിട്ട് നമ്മൾ എന്താണ് സാധാരണ ഒരു ക്വസ്റ്റിനോട്ട് പോവാം. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റിനോട്ട് പോകും. അതിൻ്റെ ടെക്സ്റ്റിൽ ഒരു പ്രോബ്ലം ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനോട്ട് പോകും കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്, റെപ്രസെന്റ് ദ കോംപ്ലക്സ് നമ്പർ z equal to 1 plus I root 3 in polar form. ഈ കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം എഴുതി കൊടുക്കാനാണ് ക്വസ്റ്റ്യൻ. ഇതാ, അപ്പൊ നമ്മൾ ജനറലി ഞാൻ പറഞ്ഞു തന്നു, z എന്ന് പറഞ്ഞ ആരാണ്? എക്സ് പ്ലസ് ഐ വൈ ആണ്. ഓക്കെ, ആദ്യം നിങ്ങൾ ക്വാഡ്രന്റ് നോക്കി വെക്കുക കേട്ടോ. രണ്ടാമത്തെ ക്വാഡ്രന്റ് നോക്കിയപ്പോ ഈ രീതി പറഞ്ഞു, വേറെ ഒന്നുമില്ലടാ. ഇവിടെ എക്സും പോസിറ്റീവ്, വൈയും പോസിറ്റീവ്. അപ്പൊ ഏത് ക്വാഡ്രന്റാ? ഫസ്റ്റ് ക്വാഡ്രന്റ്. ഓക്കെ, അറിയാലോ, രണ്ടുപേരും പോസിറ്റീവ് ആണ് ഫസ്റ്റ് ക്വാഡ്രന്റ്, അല്ലെങ്കിൽ നമുക്ക് സൈനും കോസും വെച്ചും പഠിക്കാം. ഓക്കെ, ഒരു സെക്കൻഡ്, ഇതിലോട്ട് പോളാർ ഫോം പോകുന്നതിന് മുമ്പ് തീറ്റയുടെ സൈനുകൾ ഓരോരോ ക്വാഡ്രന്റിലും തീറ്റയുടെ സൈൻ പഠിക്കാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് പോലെ തീറ്റ. ഫസ്റ്റ് ക്വാഡ്രന്റിൽ തീറ്റ എന്താണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, തീറ്റ തന്നെയാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ പൈ മൈനസ് തീറ്റ, തേർഡ് ക്വാഡ്രന്റിൽ പൈ മൈനസ് തീറ്റ, തീറ്റ മൈനസ് പൈ. ഓക്കെ, തേർഡ് ക്വാഡ്രന്റിൽ തീറ്റ മൈനസ് പൈ അല്ലെങ്കിൽ മൈനസ് പൈ പ്ലസ് തീറ്റ, അതാണ് ജനറൽ ഫോം. ഫോറില് മൈനസ് തീറ്റ ഓർ 2π മൈനസ് തീറ്റ, മൈനസ് പൈ പ്ലസ് തീറ്റ. ഓക്കെ, തേർഡിൽ മൈനസ് പൈ പ്ലസ് തീറ്റ, അല്ലെങ്കിൽ സിംപ്ലി നിങ്ങൾ എന്ത് ചെയ്താലും മതി, ഇത് തിരിച്ചിടുമ്പോൾ തീറ്റ മൈനസ് പൈ എന്ന് പഠിച്ചാലും മതി. ഇത് എപ്പോഴും വരച്ചിടണേ. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റിലെ തീറ്റയുടെ സൈൻ എന്താണെന്ന് പ്രോബ്ലം വരുമ്പോൾ പറഞ്ഞുതരാം. ഇത് രണ്ടും ഒന്നാണ് കേട്ടോ. ഇത് ഒന്നെങ്കിൽ ഇതെടുക്കാം അല്ലെങ്കിൽ ഇതെടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള. ഇത് രണ്ടും ഒന്നാണ്. ഇത് പഠിച്ചാൽ തീറ്റ മൈനസ് പൈ എന്ന് പഠിച്ചാൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ എക്സും വൈയും മനസ്സിലായും. ഇനി ആരാണ് ആർ എന്ന് പറയുന്നത്? മോഡുലസ് ഓഫ് z. ഫോർമുല റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. മോഡുലസ് എപ്പോഴും എഴുതിയും കൂടെ പോയിക്കോ കേട്ടോ. മോഡുലസ് കോമ ആർ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഇവിടെ ആരാ? 1 സ്ക്വയർ പ്ലസ് വൈ എന്ന് പറഞ്ഞ ഇവിടെ ആരാ? റൂട്ട് 3 സ്ക്വയർ. That is r equal to root of 1 square 1 root 3 square 3 1 plus 3 4 4 root 2. പോസിറ്റീവ് ആയിട്ട് എടുത്താൽ മതി, കാരണം മോഡുലസ് ഓഫ് z പോസിറ്റീവ് ആയിട്ട് എടുത്താൽ കേട്ടോ r. ഇനി കാരണം പ്ലസ് 1 മൈനസ് 2 വരും, പോസിറ്റീവ് എടുത്താൽ മതി. ഇനി ഒരു റിലേഷൻ ഉണ്ട്. ആരാ എക്സും വൈയും ഞാൻ ജനറലി പറഞ്ഞുതരാം കേട്ടോ. എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റയാണ് എക്സ്, ആർ സൈൻ തീറ്റയാണ് വൈ.
ആർ കോസ് തീറ്റയാണ് എക്സ്, ആർ സൈൻ, ഇത് എപ്പോഴും പഠിച്ചു വയ്ക്കുക. ആർ കോസ് തീറ്റയാണ് എക്സ്, ആർ സൈൻ തീറ്റയാണ് വൈ. ഓക്കെ, അപ്പൊ എക്സും വൈയും എന്ന് പറഞ്ഞാൽ ആരാണ്? ആർ കോസ് തീറ്റ ഈക്വൽ ടു എക്സും ആർ സൈൻ തീറ്റ ഈക്വൽ ടു വൈയും ജനറലി പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇത് രണ്ടും വെച്ച് ഇതിന്റെ ഫോർമുല ആറിന്റെ വാല്യൂ എത്ര കിട്ടി? 2. അപ്പൊ ആരാണ്? 2 കോസ് തീറ്റ ഈക്വൽ ടു എക്സ്. ഇവിടെ എത്രയാണ്? എക്സ് 1 അല്ലേ? റിയൽ പാർട്ടാണ് ആരാ? 1. അവിടുന്ന് കോസ് തീറ്റ പറയടാ. കോസ് തീറ്റ ഈക്വൽ 2 അപ്പുറത്തും 1/2. സിമിലർലി ആറിന്റെ വാല്യൂ 2. 2 സൈൻ തീറ്റ ഈക്വൽ ടു സ്പ്ലിറ്റ് ചെയ്ത് വിളിച്ചു. വൈയുടെ വാല്യൂ എത്രയാ? √3. അവിടെ നിന്ന് സൈൻ തീറ്റ ഈക്വൽ ടു 2 അപ്പുറത്ത് പോകുമ്പോൾ √3/2. പിടി കിട്ടിയോ? അപ്പൊ കോസ് തീറ്റ 1/2, സൈൻ തീറ്റ √3/2. വേറെ ഇതിലും കോർഡിനേറ്റ് അടിക്കാം. കോസും പോസിറ്റീവ് തന്നെ കിട്ടി, സൈനും പോസിറ്റീവ്. കോസും പോസിറ്റീവ്, സൈനും പോസിറ്റീവ് ആണ് ഏത് ക്വാഡ്രന്റ്? ഫസ്റ്റ് ക്വാഡ്രന്റ്. അങ്ങനെ വെച്ചും ക്വാഡ്രന്റ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ആദ്യമേ കോംപ്ലക്സ് നമ്പറിന്റെ എക്സിന്റെ വൈയുടെ സൈൻ വെച്ച് ക്വാഡ്രന്റ് കണ്ടുപിടിക്കാം. എങ്ങനെ വേണം കണ്ടുപിടിക്കാം. പിടി കിട്ടിയോ? ഈ രണ്ടുപേരും സെയിം, തീറ്റ സെയിം ആയിരിക്കും. കോസ് എപ്പോഴാ 1/2 ആകുന്നത്? അല്ലെങ്കിൽ സൈൻ എപ്പോഴാ √3/2 ആകുന്നത്? നമുക്കറിയാം സൈൻ 60 ആണ് √3/2. 60 മീൻസ് തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? π/3 അല്ലേ? സൈൻ π/3 ആണ് √3/2. അപ്പൊ സൈൻ എപ്പോഴാ √3/2 ആവുന്നത്? തീറ്റ അപ്പൊ എപ്പോഴായിരിക്കും? π/3. സൈൻ π/3 എന്താവുന്നത്? √3/2. അല്ലെങ്കിൽ കോസ് π/3 ആണ് 1/2 എന്ന് പറഞ്ഞാൽ. പിടികിട്ടിയോ? നമ്മുടെ ട്രിഗണോമെട്രിക് വാല്യൂസ് എപ്പോഴും പഠിച്ചു വെക്കുക. ജനറൽ ആയിട്ടുള്ള ട്രിഗണോമെട്രിക് വാല്യൂ എല്ലാവർക്കും അറിയാലോ. നമുക്കറിയാം സൈൻ π/3 ആണ് √3/2. അപ്പൊ ഇവിടുത്തെ തീറ്റ എന്ന് പറഞ്ഞാൽ ആരാണ്? π/3. പിടികിട്ടിയോ? ഇനി ഇത് ഏത് ക്വാഡ്രന്റ് ആണ്? ഫസ്റ്റ് ക്വാഡ്രന്റിൽ തീറ്റ ആയിട്ട് തന്നെ എടുക്കുക. വിച്ച് മീൻസ് തീറ്റ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആർഗ്യുമെന്റ് തീറ്റ ഈക്വൽ ടു π/3. പോളാർ ഫോം എന്ന് പറഞ്ഞാൽ ആരാണ്? പോളാർ ഫോം z ഈക്വൽ ടു r cos തീറ്റ പ്ലസ് i sin തീറ്റ which is equal to r ന്റെ വാല്യൂ 2 cos തീറ്റയുടെ വാല്യൂ π/3 പ്ലസ് i sin π/3. ഇങ്ങനെ എഴുതി നിർത്തുക. ഇതിനെ വിളിക്കുന്ന പേരാണ് പോളാർ റെപ്രസെന്റേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പർ. ഇസ് ദാറ്റ് ക്ലിയർ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിടി കിട്ടിയോ? മനസ്സിലായോ? ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ എടുക്കട്ടോ. ഓക്കെ, സിമ്പിൾ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് 5-6 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സെറ്റ് ആവും കേട്ടോ, ക്ലിയർ ആവും. ഇത് സൈഡിൽ കിടക്കട്ടെ അല്ലേ? വേണ്ട, അത് ഓരോ പ്രാവശ്യം വരച്ചിട്ട് തരാം. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, പോളാർ ഫോം കണ്ടുപിടിക്കേണ്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പം ചെയ്ത ക്വസ്റ്റ്യൻ 2017 ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ്. z ഈക്വൽ ടു i പ്ലസ് √3. ടെക്സ്റ്റിലെ സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും കേട്ടോ. ഇത് 2013 ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചു, 2012 ഈ സെയിം ക്വസ്റ്റ്യൻ 5-6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സെയിം തന്നെ എപ്പോഴും പോളാർ ഫോം കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ടെക്സ്റ്റിൽ ചെയ്തിട്ട് ഇതിലോട്ട് കടക്കാം. ഇതിൽ ഇനി എല്ലാം A+IB ഫോമിലാക്കിയിട്ടാണ് എപ്പോഴും പോളാർ ഫോം സാധാരണ ചോദിക്കാറുള്ളത് കേട്ടോ. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് ഇതിലോട്ട് കിടക്കാം. അതിലോട്ട് വരാം. നെഗറ്റീവ് പറഞ്ഞേം കൂടെ. ഓക്കെ, z is equal to -1 പ്ലസ് i. അവൻ്റെ ഇതിൻ്റെ പോളാർ ഫോം എഴുതാനേ. ഓക്കെ, ഇതിൻ്റെ പോളാർ ഫോം നമുക്കറിയാം. z ഈക്വൽ ടു എക്സ് പ്ലസ് iy. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ -1, y എന്ന് പറഞ്ഞാൽ ആരാണ്? 1. അപ്പം നമ്മൾ ക്വാഡ്രന്റ് ആദ്യമേ കണ്ടുപിടിക്കാം. ഇത് വെച്ച് തന്നെ ക്വാഡ്രന്റ് അടിക്കാം. ഇവിടെ ആരാ? എക്സ് ഈക്വൽ ടു -1, y ഈക്വൽ ടു 1. വൈയുടെ കോഫിഷ്യൻ്റ് ആണ് y, എക്സിൻ്റെ കോഫിഷ്യൻ്റ് ആണ്
മീൻസ് എക്സ് ആണ് റിയൽ പാർട്ടാണ് എക്സ്, ഇമാജിനറി പാർട്ടാണ് വൈ. എക്സ് നെഗറ്റീവ്, അപ്പോൾ എക്സ് നെഗറ്റീവ്. വൈ ആണെങ്കിലോ പോസിറ്റീവ്, വൈ പോസിറ്റീവ്. അപ്പോൾ ഏത് ക്വാഡ്രന്റ്? സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ? ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമുക്കറിയാം ആദ്യത്തെ ക്വാഡ്രന്റിലാണെങ്കിൽ തീറ്റ, രണ്ടാമത്തെ ക്വാഡ്രന്റിലാണെങ്കിൽ പൈ മൈനസ് തീറ്റ, മൂന്നാമത്തെ ക്വാഡ്രന്റിൽ ആരാ തീറ്റ മൈനസ് പൈ, നാലാമത്തെ ക്വാഡ്രന്റിൽ മൈനസ് തീറ്റ ഓർ 2π മൈനസ് തീറ്റ. ഇതാണ് പോളാർ ഫോമിലെ ആർഗ്യുമെന്റ് ലൈ ചെയ്യുന്ന രീതി. ഓക്കെ, നമുക്ക് മനസ്സിലായി നമ്മളുടെ പുള്ളിക്കാരൻ ഏത് ക്വാഡ്രന്റിൽ കിടക്കുന്നതാ? രണ്ടാമത്തെ ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്. പിടി കിട്ടിയോ? നമുക്കിനി ആർ കണ്ടുപിടിക്കാം. മോഡുലസ് ഓഫ് ഇസഡ് ആണ് ആർ എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു ആർ. എത്രയാ? റൂട്ട് ഓഫ് പ്ലസ് വൈ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ആരാ? മൈനസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ വൈ സ്ക്വയർ. 1 സ്ക്വയർ 1, 1 സ്ക്വയർ 1 1 2 റൂട്ട് 2. അപ്പോൾ ആർ ഈക്വൽ ടു റൂട്ട് 2. 2 വേറെ ഇല്ല, റൂട്ട് 2 ഇല്ല. ഇതും 1 ഇതും 1, 1 + 1 റൂട്ട് 2, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നു. തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ്? അപ്പം ആർ കോസ് തീറ്റ മോഡുലസ് ഇസ് ഈക്വൽ ടു തിരിച്ച് എക്സ് ഈക്വൽ ടു ആർ, അല്ല ആർ കോസ് തീറ്റ ഈക്വൽ ടു എക്സ്, ആർ സൈൻ തീറ്റ ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞു തന്നു. ഓക്കെ, ഇറ്റ് ഇസ് ആർ എത്ര? റൂട്ട് 2. അപ്പോൾ റൂട്ട് 2 കോസ് തീറ്റ ഈക്വൽ ടു എക്സ് എത്ര കിട്ടി? -1. അവിടെ നിന്ന് കോസ് തീറ്റ ഈക്വൽ ടു -1/√2. ഇവിടെ നിന്ന് ആർ എത്ര? റൂട്ട് 2 സൈൻ തീറ്റ ഈക്വൽ ടു വൈ എത്ര കിട്ടിയ? 1. അവിടെ നിന്ന് സൈൻ തീറ്റ ഈക്വൽ ടു 1/√2. പിടി കിട്ടിയോ? ഇനി ഇവിടെ നോക്കടാ, കോസ് നെഗറ്റീവ് സൈൻ പോസിറ്റീവ്. നമുക്കറിയാം, നമുക്ക് ആ രീതിയിൽ വേണമെങ്കിൽ ക്വാഡ്രന്റ് എടുക്കാം, അതും പറഞ്ഞില്ല. നമ്മൾ ട്രിഗണോമെട്രി വെച്ച് ആൾ ആഡ് ഷുഗർ ടു കോഫി. ആദ്യത്തെ ക്വാഡ്രന്റിൽ എല്ലാ പേരും പോസിറ്റീവ്, സൈന് കോസ് ടാന് കോസ് സീക്ക് കോട്ട് എല്ലാം പോസിറ്റീവ്. രണ്ടാമത്തെ ക്വാഡ്രന്റിൽ സൈനും അവന്റെ അവന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക്കും മാത്രം പോസിറ്റീവ്. മൂന്നാമത്തേൽ ടാനും കോട്ടും, നാലാമത്തേൽ കോസും സീക്കുമാണ് പോസിറ്റീവ്. പിടി കിട്ടിയോ? അപ്പൊ സൈൻ പോസിറ്റീവും കോസ് നെഗറ്റീവും ആകണം. സൈൻ പോസിറ്റീവ് ആകുന്ന ഏതൊക്കെ ക്വാഡ്രന്റില്ല? ആദ്യത്തെയും രണ്ടാമത്തെയും. അല്ലെ ആദ്യത്തെ ക്വാർട്ടറിൽ എല്ലാവരും പോസിറ്റീവ്, രണ്ടാമത്തെ ക്വാർട്ടറിൽ സൈനും കൊസിക്കും പോസിറ്റീവ് ആണ്. അവിടെ ആര് നെഗറ്റീവ് ആണ്? കോസ് നെഗറ്റീവ് ആണ്. അപ്പൊ രണ്ടാമത്തെ ക്വാർട്ടറിലാണ് സൈൻ പോസിറ്റീവും കോസ് നെഗറ്റീവും വരുന്നത്. അത് നമ്മൾ നേരത്തെ എന്ത് വെച്ച് കണ്ടുപിടിച്ചു? ഈ ഒരു രീതിയിലും കണ്ടുപിടിച്ചു. ഒന്നെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് വെച്ച് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഈ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുക? ക്വാർട്ടർ കണ്ടുപിടിക്കുക. ഓക്കെ, ഇത് കുറച്ചും എളുപ്പമുണ്ട് അല്ലേ? രണ്ടും ഒരേപോലെ തന്നെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കുക. ഒന്നെങ്കിൽ ട്രിഗണോമെട്രി വേയിൽ പോവുക, അല്ലെങ്കിൽ ഈ രീതിയിൽ പോവുക. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ഓക്കെ ആയി. ഇതും മൂന്നും ട്രിഗണോമെട്രിയിൽ സെയിം, പക്ഷേ ഇത് വ്യത്യാസമുണ്ട്, നോക്കി പഠിച്ചോണം കേട്ടോ. ഇത് ട്രിഗണോമെട്രിയിൽ അവിടെ ഇതല്ല, ഇവിടെ 5 + θ എന്നാണ് ട്രിഗണോമെട്രി എടുക്കുന്നത്, കോംപ്ലക്സിൽ അങ്ങനെയല്ല എടുക്കുന്നത്. ഓക്കെ, ഇത് എഴുതിയല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പൊ മൂന്നാമത്തെ ക്വാഡ്രന്റ് ആണ്, രണ്ടാമത്തെ ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ മാത്രമേ തീറ്റ എന്ന് എടുക്കാവൂ. രണ്ടാമത്തെ ക്വാഡ്രന്റ് ആണെങ്കിൽ π - θ. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞുതരാം. നമുക്കിവിടെ കോസ് നെഗറ്റീവ് വന്നു, പോസിറ്റീവ് ആയിരുന്നെങ്കിൽ വിഷയമില്ലായിരുന്നു. കോസ് നെഗറ്റീവ് വന്നു, നെഗറ്റീവ് അങ്ങ് മറന്നേക്കാം. കോസ് എപ്പോഴാ 1/√2 തരുന്നത്? അല്ലെങ്കിൽ സൈൻ എപ്പോഴാ 1/√2 ആവുന്നത്? π/4. അപ്പൊ തീറ്റ ഈക്വൽ ടു π/4 എന്ന് എടുക്കുക. അപ്പൊ കോസ് സൈൻ π/4 1/√2 ആണ്, കോസ് π/4 1/√2. പക്ഷെ മൈനസ് വന്നു. ഇത് ഏത് ക്വാഡ്രന്റിലാണ് കിടക്കുന്ന? π - θ ആയതുകൊണ്ട് നമ്മൾ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ π - θ ആണ് എടുക്കേണ്ടത്. പുതിയൊരു തീറ്റ കിട്ടും. ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു π - നേരത്തെ കിട്ടിയ തീറ്റ എത്ര? π/4. അപ്പൊ ആരാ തീറ്റ ഈക്വൽ ടു ക്രോസ് ചെയ്യുമ്പോൾ 4π - π 3π/4 എന്ന് കിട്ടും. ഇവനെയാണ് നമ്മൾ ആർഗ്യുമെന്റ് ആയിട്ട് എടുക്കേണ്ടത്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആയിരുന്നുവെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ തന്നെ എടുക്കാം. പക്ഷെ സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ അവിടെ കിട്ടുന്ന വാല്യൂവിന് മൂന്നാമത്തെ ക്വാഡ്രന്റ് ആണെങ്കിൽ തീറ്റ - π എന്ന് പറഞ്ഞെടുക്കാം. നാലാമത്തെ ക്വാഡ്രന്റ് ഒന്നെങ്കിൽ -θ എന്ന് എടുക്കാം, അല്ലെങ്കിൽ ഇതെടുക്കാം. പിടി കിട്ടിയോ? ഇത്രേ ഉള്ളൂ, സിമ്പിൾ കാര്യം. പിടി കിട്ടിയോ? അപ്പം നിങ്ങൾ നോക്കേണ്ട നെഗറ്റീവ് അങ്ങ് മറന്നേക്കുക. കോസ് എപ്പോൾ 1/√2 ആവുന്ന നോക്കാം, അല്ലെങ്കിൽ സൈൻ എപ്പോൾ 1/√2 ആവുന്ന നോക്കാം. അതിനെ തീറ്റ എന്ന് പറഞ്ഞ് എടുക്കുക. എന്നിട്ട് സെക്കൻഡ് ക്വാഡ്രന്റിൽ ആ വാല്യൂ നോക്കാം, π - ആ തീറ്റ ചെയ്യുക. അതിനെയാണ് എന്ന് വിളിക്കുന്ന ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കും. ഇനി പോളാർ ഫോം എന്ന് പറഞ്ഞാൽ ആരാ? പോളാർ ഫോം Z ഈക്വൽ ടു R cos θ plus I sin θ which is equal to R ന്റെ വാല്യൂ എത്ര കിട്ടിയടാ? √2 മോഡുലസ് R എന്ന് പറഞ്ഞാൽ ആരാണ്? മോഡുലസ് cos θ എത്ര? 3π/4 plus I sin 3π/4. പിടികിട്ടിയോ? സംശയം ഉണ്ടോ? എനി ഡൗട്ട്? ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് എന്തെന്ന് പറഞ്ഞ പോളാർ ഫോം ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ. ഇസ് ഇറ്റ് ക്ലിയർ? പിടികിട്ടിയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം.
അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഇനി കുറച്ചും കൂടെ വലിയ ക്വസ്റ്റ്യനിലോട്ട് കയറാം. പിടികിട്ടിയോ? ക്ലിയർ അല്ലേ? ഒരു എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്, പോളാർ ഫോം ചോദിക്കും. ഷുവറായിട്ട് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് പോളാർ ഫോം. ഓക്കെ, വാങ്ങിട്ടോ. നിങ്ങൾ ചിലപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് y ബൈ എക്സ് വെച്ചായിരിക്കും പഠിച്ചു വെച്ചിരിക്കുന്നത് പോളാർ ഫോം. അത് നിങ്ങൾ എന്ത് പഠിച്ചു വെച്ചിട്ടുണ്ടോ അത് ഫോളോ അപ്പ് ചെയ്യും കേട്ടോ. ഇതാണ് കുറച്ചും കൂടെ നല്ല മെത്തേഡ് എന്ന് പറഞ്ഞിട്ട്, കാരണം പോളാർ കോർഡിനേറ്റ്സ് നിങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിക്കും. ഇങ്ങനത്തെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് 2012 ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. കൺസിഡർ ദി കോംപ്ലക്സ് നമ്പർ. 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ്. z ഈക്വൽ ടു, ഇങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. 5 മൈനസ് റൂട്ട് 3 ആയി. ടെക്സ്റ്റിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യനും ആണ്. 4 പ്ലസ് 2 റൂട്ട്, ഇതിനെ ഇന്നലെ ചെയ്തായിരുന്നു അല്ലേ? എക്സ്പ്രസ് ദിസ് കോംപ്ലക്സ് നമ്പർ ഇൻറ്റു എ പ്ലസ് ഐ ബി ഫോം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ ചെയ്തായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്രസ് ദ കോംപ്ലക്സ് നമ്പർ ഇൻറ്റു എ പ്ലസ് ഐ ബി ഫോം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് പോളാർ ഫോം. ആദ്യം തന്നിരിക്കുന്ന ഇങ്ങനെയാണ് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. ഫസ്റ്റ് പാർട്ട് എ പ്ലസ് ഐ ബി ഫോമിൽ എക്സ്പ്രസ് നിങ്ങളെ പഠിപ്പിച്ചു. സെക്കൻഡ് പാർട്ട് പോളാർ ഫോം. അപ്പോൾ ഒന്നും കൂടെ എന്തായാലും എ പ്ലസ് ഐ ബി ഫോമിൽ എക്സ്പ്രസ്. എനിക്ക് തോന്നുന്നു ഈ സെയിം ക്വസ്റ്റ്യൻ ഇന്നലെ എ പ്ലസ് ഐ ബി ഫോമിൽ എക്സ്പ്രസ് ചെയ്തു. ഇന്നലെ മീൻസ് കഴിഞ്ഞ വീഡിയോ ചെയ്തു എന്നാണ് തോന്നുന്നത്. എന്നാലും ഒന്നും കൂടെ ചെയ്തുതരാം. എ പ്ലസ് ഐ ബി ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ ഇന്നലെ പഠിപ്പിച്ചു. 5 മൈനസ് റൂട്ട് 3 ഐ ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 റൂട്ട് 3 ഐ. നമ്മൾ ഒരിക്കലും ഡിനോമിനേറ്ററിൽ ഒരു കോംപ്ലക്സ് നമ്പർ വരാൻ പാടില്ല. അതുകൊണ്ട് ആ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് 4 പ്ലസ് 2 റൂട്ട് 3യുടെ കോൺജുഗേറ്റ് 4 മൈനസ് 2 റൂട്ട് 3 ഐ കൊണ്ട് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. ആരായിട്ട് മാറി? ഇത് ടേം ബൈ ടേം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 ഇൻറ്റു 4 20 മൈനസ് 5 ഇൻറ്റു 2 റൂട്ട് 3 ഐ 10 റൂട്ട് 3 ഐ മൈനസ് റൂട്ട് 3 പ്ലസ് 4 പറയാം മൈനസ് 4 റൂട്ട് 3 ഐ മൈനസും മൈനസും പ്ലസ് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3. ഇവ ഈ മൈനസും ഇനി അടുത്ത് മൈനസ് റൂട്ട് 3 ഇൻറ്റു 2 റൂട്ട് 3 ഐ. ഈ മൈനസും മൈനസും പ്ലസ് ആവും. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 3 3 ഇൻറ്റു 2 6 6 ഐ എന്നാവും. 6 ഐ സ്ക്വയർ എന്നാവും. മനസ്സിലായോ? റൂട്ട് 3 ഐ ഇൻറ്റു റൂട്ട് 3 ഐ 3 പിന്നെ 2 കൂടെ റൂട്ട് 3 ഇൻറ്റു 2 റൂട്ട് 3 റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 3 3 ഇൻറ്റു 2 6. ഈ നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് പിന്നെ ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ന്യൂമറേറ്റർ എന്തൊക്കെ വരും? മൈനസ് 10 റൂട്ട് 3 മൈനസ് 4 റൂട്ട് 3 ദറ്റ് ഈസ് മൈനസ് 14 റൂട്ട് 3 ഐ. ഇന്നലെ ചെയ്തു ഈ ക്വസ്റ്റ്യൻ. ഐ സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? -1 -1 ഇൻറ്റു 6 -6. ഓർമ്മ ഉണ്ടല്ലോ? ഡിവൈഡഡ് ബൈ ഡിവൈഡഡ് ബൈ ഇനി എന്താ ഇവിടെ 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 മൈനസ് 2 റൂട്ട് 3 ഐ 2 സ്ക്വയർ 4 റൂട്ട് 3 സ്ക്വയർ 3 4 ഇൻറ്റു 3 12 ഐ സ്ക്വയർ. മനസ്സിലായോ? ഇവിടെ 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആവും. റൂട്ട് 3 സ്ക്വയർ 3 അപ്പോൾ 4 ഇൻറ്റു 3 ഇവിടെ 12 ആവും. 12 ഐ സ്ക്വയർ എന്നാവും. ഒരു സ്റ്റെപ്പും കൂടെ എഴുതിയ 20 മൈനസ് 16 14 മൈനസ് 14 റൂട്ട് 3 ഐ ഡിവൈഡഡ് ബൈ ഐ സ്ക്വയർ -1 മൈനസും മൈനസും എന്തായിട്ട് മാറും? പ്ലസ്. അപ്പോൾ അതാ 16 പ്ലസ് 12 എന്നാവും. പിടിയോ? ഐ സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? -1. ഐ സ്ക്വയർ -1 മൈനസ് ഇൻറ്റു 12 എന്താണ്? പ്ലസ് 12. അപ്പോൾ 16 പ്ലസ് 28. അപ്പോൾ എന്തായിട്ട് മാറിയടാ? 14 മൈനസ് 14 റൂട്ട് 3 ഐ ബൈ 28 ആയിട്ട് മാറി. ക്ലിയർ? സംശയം ഉണ്ടോ? ഇറ്റ് ഈസ് z ഈക്വൽ ടു സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തേ 14 ബൈ 28 മൈനസ് 14 റൂട്ട് 3 ഐ ബൈ 28. ഇത് 14 കൊണ്ട് വെട്ടുമ്പോൾ മോളിൽ 1 താഴെ 2. ഇതും 14 കൊണ്ട് വെട്ടുമ്പോൾ മോളിൽ 1 താഴെ 2. അപ്പോൾ എന്തായി മാറി? z ഈക്വൽ ടു 1/2 മൈനസ് ആരാ? റൂട്ട് 3/2 ഐ. ദിസ് ഈസ് എ പ്ലസ് ഐ ബി ഫോം അല്ലെങ്കിൽ എക്സ് പ്ലസ് ഐ വൈ ഫോം. ഒന്നുകിൽ എ പ്ലസ് ഐ ബി ഫോം എന്ന് പറയാം അല്ലെങ്കിൽ എക്സ് പ്ലസ് ഐ ബി ഫോം എന്ന് പറയാം. പിടിയിട്ടില്ലോ? സംശയം ഒന്നുമില്ലല്ലോ? ക്ലിയർ? ഇത് നമ്മൾ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻ ആണല്ലേ. അതിന്റെ സെക്കൻഡ് പാർട്ട് ഇപ്പൊ നമുക്ക് z എന്ന് പറഞ്ഞാൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? നമ്മൾ z ഈക്വൽ ടു 1/2 മൈനസ് റൂട്ട് 3/2 ഐ. ഇതിന്റെ പോളാർ ഫോം കണ്ടുപിടിക്കാനാണ് ബി പാർട്ട്. ഈ എ പാർട്ട് തെറ്റിയ ബി പാർട്ട് തെറ്റും. സ്ഥിരം ഇങ്ങനെയാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ആദ്യം ഒരു വേറെ രീതിയിൽ തന്നിട്ട് എ പ്ലസ് ഐ ബി ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറയും. എന്നിട്ട് പോളാർ ഫോം എ പ്ലസ് ഐ ബി ഫോം ഓർ എക്സ് പ്ലസ് ഐ വൈ ഫോം രണ്ടും ഒന്നാണ് കേട്ടോ. ഇവിടുന്ന് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? 1/2. വൈ എന്ന് പറഞ്ഞാൽ ആരാണ്? ഐയുടെ കോഷ്യൻ മൈനസ് റൂട്ട് 3/2. അപ്പം മോഡുലസ് ഓഫ് z ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ ആരാണ്? റൂട്ട് ഓഫ്
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ രണ്ടും പറയാം. എക്സ് എത്ര 1/2 സ്ക്വയർ പ്ലസ് -√3/2 സ്ക്വയർ. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1/2 സ്ക്വയർ ആരാ 1/4. √3യുടെ സ്ക്വയർ നെഗറ്റീവ് ആയാലും പ്ലസ് ആയി മാറും 3/4. ഡിനോമിനേറ്റർ സെയിം ആണ് 1 + 3 4. അപ്പം എന്ത് വന്നു 4/4 which is equal to √1 which is equal to 1. അപ്പം r എന്തെന്ന് കിട്ടി r = 1 എന്ന് കിട്ടി. ഇവിടെ കിട്ടിയോ? ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പം നമുക്ക് ഇവിടെ r-ന്റെ വാല്യൂ എന്തെന്ന് കിട്ടി 1 എന്ന് കിട്ടി. ഓക്കെ ക്ലിയർ. ഇനി ഞാൻ പഠിപ്പിച്ചു r cos θ = അതിന് നമുക്ക് ക്വാഡ്രന്റ് വരച്ചിടാം. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ ഞാൻ ജസ്റ്റ് സ്റ്റെപ്പുകൾ മാറ്റിയാണ്. അപ്പോൾ r-ന്റെ വാല്യൂ എത്ര കിട്ടി? r = 1 എന്ന് കിട്ടി. ഓക്കെ നമുക്ക് ക്വാഡ്രന്റ് നോക്കേ. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ്. എക്സ് പോസിറ്റീവ് അപ്പോൾ ഇത്, വൈ നെഗറ്റീവ് അപ്പോൾ ഇത്. അപ്പോൾ ഏത് ക്വാഡ്രന്റിലാണ് കിടക്കുന്ന? ഫോർത്ത് ക്വാഡ്രന്റിലാണ് നമ്മൾ തീറ്റ കിടക്കുന്നത്, പുള്ളിക്കാരൻ കിടക്കുന്നത്. പിടി കിട്ടിയോ? ആരാ? എക്സ് പോസിറ്റീവ് ആണ്. അപ്പൊ ഇതല്ലേ പോസിറ്റീവ് എന്ന് പറഞ്ഞാ? വൈ നെഗറ്റീവ്, വൈയുടെ നെഗറ്റീവ് ആക്സിസ് താഴോട്ടല്ലേ? അപ്പൊ ഏത് ക്വാഡ്രന്റില? ഈ ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്. പിടി കിട്ടിയോ? അതിങ്ങനെ വെച്ച് ക്വാഡ്രന്റ് ഐഡന്റിഫൈ ചെയ്തു. അല്ലെങ്കിൽ ഒരു മെത്തേഡ് പറഞ്ഞു, r cos θ = x എന്ന് എടുക്കുക, r sin θ = y. r ആരാ? 1 cos θ = x എത്രയാടാ 1/2. അപ്പൊ അവിടെ നിന്ന് cos θ = 1/2 അത്ര തന്നെ കേട്ടോ. ദാറ്റ് ഈസ് വീണ്ടും r1 sin സ്റ്റെപ്പ് എഴുതിയെന്നുള്ളൂ കേട്ടോ, ഇതിലേക്കും കുഴപ്പമില്ല. അത് 1 എന്ന് -√3/2 ദാറ്റ് ഈസ് sin θ = √3/2. ഈ ട്രിഗണോമെട്രിക് രീതിയിൽ പറഞ്ഞാലും കോസ് പോസിറ്റീവും സൈൻ മൈനസ് ഇല്ലേ? സോറി, നമുക്കറിയാം ആദ്യത്തതിൽ എല്ലാവരും പോസിറ്റീവ്, രണ്ടാമത്തേൽ സൈന് കൊസീക്ക് ടാന് കോട്ട് കോസ് സീക്ക്. ഇത് ഏത് കോല? സൈൻ നെഗറ്റീവ്, കോസ് പോസിറ്റീവ്. കോസ് എപ്പോഴൊക്കെയാ പോസിറ്റീവ് ആവുന്നത്? ഫസ്റ്റ് ക്വാഡ്രന്റിലും കോസിന്റെ ക്വാഡ്രന്റിലും. കോസിന്റെ ക്വാഡ്രന്റിൽ ആര് നെഗറ്റീവ് ആണ്? സൈൻ നെഗറ്റീവ് ആണ്. പിടി കിട്ടിയോ? അപ്പം ഫോർത്ത് ക്വാഡ്രന്റിലാണ് തീറ്റ ലൈ ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. ഏത് ക്വാഡ്രന്റില? ഫോർത്ത് ക്വാഡ്രന്റ്. പിടി കിട്ടിയല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കോസ് എപ്പോഴാ 1/2 ആവുന്നത് അല്ലെങ്കിൽ സൈൻ എപ്പോഴാ √3/2 ആവുന്നത്? കോസ് എപ്പോഴാ 1/2 ആവുന്നത്? കോസ് 60 1/2 which means 60 എന്ന് പറയുമ്പോൾ π/3. cos π/3 ആണ് 1/2. അപ്പൊ തീറ്റ എന്ന് പറഞ്ഞ ഇവിടെ ആരാണ്? π/3. തീറ്റ എന്ന് പറഞ്ഞ ആരാണ്? π/3. അപ്പൊ നമ്മളുടെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞ ആരാണ്? ആർഗ്യുമെന്റ് ഓർ ആംപ്ലിറ്റ്യൂഡ്. നമ്മളെ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞ ആർഗ്യുമെന്റ് നമ്മളെ തീറ്റ ആരാണ്? ക്വാഡ്രന്റ് ഒന്നും കൂടെ. ഇത് തീറ്റ π - തീറ്റ, പിന്നെ ആരാണ്? തീറ്റ - π മൈനസ് തീറ്റ ഓർ 2π - തീറ്റ. ഏത് വേണോ നമുക്ക് എടുക്കാം. മൈനസ് തീറ്റ എടുക്കാം അല്ലെങ്കിൽ ഏതെടുക്കാം? 2π - തീറ്റ എടുക്കാം. എന്തുവാണോ നിങ്ങളുടെ ഇഷ്ടത്തിന് അത് എടുക്കാം. ഓക്കെ, ഞാൻ 2π - തീറ്റ ഇതിലെടുക്കാൻ പോകുന്നു. ഓക്കെ, അപ്പൊ തീറ്റ π/3 എടുക്കരുത്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ തീറ്റ ആയിട്ട് തന്നെ എടുക്കാം. ബാക്കി ഏത് ക്വാഡ്രന്റ് ആണെങ്കിൽ ആ സാധനം ചെയ്യണം. ഇതിൽ ഏതാ? ഫോർത്ത് ക്വാഡ്രന്റ് ആയിട്ട് നമ്മൾ ഒറിജിനൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഞാൻ ഇത് എടുത്തു കേട്ടോ. 2π - തീറ്റ, തീറ്റയ്ക്ക് പോരാ π/3 മൈനസ് തീറ്റ -π/3 എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ചെയ്യുമ്പോൾ എന്തോടാ? 6π - π 5π/3 എന്ന് വരും. എത്ര വരും? 6π - π 5π/3. അതാണ് നമ്മൾ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞ. ഇനി പോളാർ ഫോം എന്ന് പറഞ്ഞ ആരാ? പോളാർ ഫോം ഇസ് ദ ഈക്വൽ ടു r cos θ plus I sin θ which is equal to r1 cos 5π/3 plus I sin 5π/3. This is polar form. മൈനസ് തീറ്റ എടുത്താൽ ഇവിടെ 5π/3 വരെ എന്ത് വരും? കോസ് മൈനസ് തീറ്റ മീൻസ് മൈനസ് കോസ് മൈനസ് π/3 ഓർ അതും കൂടെ വേണമെങ്കിൽ എടുക്കുക. ഇസ് ഈക്വൽ ടു ആരാ? കോസ് മൈനസ് π/3 പ്ലസ് ഐ സൈൻ മൈനസ് π/3. ഇങ്ങനെ എഴുതിയാൽ 6 എന്ന് പറഞ്ഞാൽ 1 ഇതിൽ എഴുതിയാൽ കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ തീറ്റ ഈക്വൽ ടു മൈനസ് തീറ്റ എടുത്താൽ ഇതും വരും. ഏതുകൊണ്ട് എടുത്താൽ രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. പിടികിട്ടിയോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഈ മെത്തേഡ് മനസ്സിലായോ? സിമ്പിൾ അല്ലേ? അപ്പൊ നിങ്ങൾ എക്സാമിന് വരുന്നത് ആദ്യ ഒരെണ്ണം തന്നിട്ട് A+IB ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറയും. സെക്കൻഡ് ക്വസ്റ്റ്യൻ പോളാർ ഫോം ആയിരിക്കും. എല്ലാം കൂടി 5 മാർക്ക് കിട്ടും. പിടികിട്ടിയോ? ക്ലിയർ? സംശയമൊന്നുമില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം.
സ്റ്റെപ്സ് മനസ്സിലായല്ലോ. ഇത് ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ എഴുതി ചെയ്ത് പഠിച്ചത്. അതുകൊണ്ടാണ് ഞാനും എഴുതി തരുന്നത്. അപ്പം നിങ്ങളും പഠിക്കും. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പം നമ്മൾ ചെയ്തത് 2012 വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി ഏത് ക്വസ്റ്റ്യൻ ചെയ്യാം? രണ്ടായിരത്തി 10 ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. 2010 ചെയ്യാം ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Z equal to 5 plus I by അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. 5 plus I divided by 2 plus 3I. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് A plus IB ഫോം, ബി എന്ന് പറഞ്ഞാൽ ഫൈൻഡ് പോളാർ ഫോം. ഇപ്പോഴും ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്ക് ആദ്യം A plus IB ഫോമിലാക്കാം, അത് കഴിഞ്ഞ് പോളാർ ഫോമിലോട്ട് മാറ്റാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നേരത്തെ പഠിപ്പിച്ചു കഴിഞ്ഞു. A plus IB ഫോമിലാക്കാൻ വേണ്ടി എന്തെങ്കിലും കുറച്ച് സ്പീഡ് ചെയ്യും. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് താഴെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 10 by 10 5 into 2 5 into 3I 15I I into 2 plus 2I I into minus 3I minus 3I square divided by A plus B into A minus B A square minus B square, which means 10 minus എന്താണ് 10 minus 15I plus 2I minus 13I I square minus 1 minus into minus plus plus 3 divided by 2 square 4 minus I square minus 1 3 square 9 9 into minus 1 plus 9 3 square 9 I square എന്താണ് minus 1. അപ്പോൾ എന്തായാലും മാറി പ്ലസ് ആയിട്ട് മാറി. ഇനി ഇവിടെ എന്തായി 10 plus 3 എന്താണ് 13 minus 13I divided by 4 plus 9 എത്ര 30. Okay, that is Z equal to split 30 by 30 minus 30 by 30I. കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്ത് കളയാം കേട്ടോ, രണ്ടും ഒന്നേ തന്നെയാ. ഇത് ക്യാൻസൽ ആയി പോകണം. അപ്പം എന്താണ് Z equal to 1 minus I എന്ന് വന്നു. Z equal to 1 minus I which is the required A plus IB form. അപ്പോൾ A plus IB form എന്തെന്ന് വന്നു നിങ്ങൾക്ക് 1 minus I. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി A plus IB form. ഏതാണ് Z equal to അതെന്ന് കിട്ടി 1 minus I എന്ന് കിട്ടി. ക്ലിയർ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ പോളാർ ഫോം. പോളാർ ഫോമിനോട് ഞാൻ പറഞ്ഞു Z equal to x plus IY ആയിട്ട് എടുത്താൽ x എന്ന് പറഞ്ഞാൽ 1 y എന്ന് പറഞ്ഞാൽ -1. ആരാ മോഡുലസ് ഓഫ് Z എന്ന് പറഞ്ഞാൽ r. എങ്ങനെയാ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ which is equal to റൂട്ട് ഓഫ് x ആരാ 1 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 1 റൂട്ട് 2. അപ്പോൾ r എന്ന് പറഞ്ഞാൽ ആരാണ് റൂട്ട് 2. ഇസ് ദാറ്റ് ക്ലിയർ? നെക്സ്റ്റ് ഞാൻ പറഞ്ഞു തന്നു. നമുക്ക് ആദ്യമായി ഇതിന്റെ ഇത് കണ്ടുപിടിച്ച് വയ്ക്കാം. ക്വാഡ്രന്റ് കണ്ടുപിടിച്ച് വയ്ക്കാം. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ തീറ്റ, ഇതിൽ പൈ മൈനസ് തീറ്റ, തീറ്റ മൈനസ് പൈ, മൈനസ് തീറ്റ ഓർ 2π മൈനസ് തീറ്റ. ട്രിഗണോമെട്രിക് രീതിയാണെങ്കിൽ എല്ലാം പോസിറ്റീവ്, സൈനും കൊസീക്കും ടാനും കോട്ടും കോസും സീക്കും പോസിറ്റീവ്. നമുക്ക് ഈ രീതിയിൽ എടുത്താൽ എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ്, എക്സ് അഗൈൻ എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ്. ഏത് ക്വാഡ്രന്റാ? നാലാമത്തെ ക്വാഡ്രന്റ് ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം r cos θ ഈക്വൽ ടു എന്ന് എടുക്കുക x ആയിട്ട് എടുക്കുക, r sin θ ഈക്വൽ ടു എന്തായിട്ട് എടുക്കുക y ആയിട്ട് എടുക്കുക. അപ്പൊ r ന്റെ വാല്യൂ എത്ര കിട്ടിയടാ റൂട്ട് 2 അല്ലേ? അപ്പൊ റൂട്ട് 2 cos θ ഈക്വൽ ടു x എത്ര 1. അവിടുന്ന് cos θ ഈക്വൽ ടു 1 by root 2. again r root 2 sin θ equal to y എത്ര -1. അവിടെ നിന്ന് sin θ equal to -1 by root 2. ക്ലിയർ? അപ്പം നമ്മൾ നോക്കേണ്ടത് നെഗറ്റീവ് ഒക്കെ അങ്ങ് മാറ്റി cos 1 by root 2 അല്ലെങ്കിൽ sin 1 by root 2. cos അല്ലെങ്കിൽ sin എപ്പോഴാ 1 by root 2 ആകുന്നത്? പൈ ബൈ 4 ൽ 45 അല്ലേ? അപ്പൊ തീറ്റ എന്താണ് പൈ ബൈ 4. പിടികിട്ടിയോ? cos പൈ ബൈ 4 ആണ് 1 by root 2 അല്ലെങ്കിൽ sin പൈ ബൈ 4 ആണ് 1 by root 2. എപ്പോഴാണ് 1 by root 2 ആണെന്ന് നോക്കിയാൽ മതി. പൈ ബൈ 4ലാണ്. പക്ഷെ പൈ ബൈ 4 എടുക്കാൻ പറ്റുമോ? ഇല്ല, ഒരാൾ നെഗറ്റീവ് വന്നു. സൈൻ കോസ് പോസിറ്റീവ് സൈൻ നെഗറ്റീവ്. ഏത് ക്വാഡ്രന്റിലാ? നാലാമത്തെ ക്വാഡ്രന്റ്.
അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഇതിന്റെ കോഎഫിഷ്യന്റ് വെച്ച് ക്വാഡ്രന്റ് എടുത്തു. നാലാമത്തെ ക്വാഡ്രന്റിൽ ഒന്നുകിൽ മൈനസ് തീറ്റ എടുക്കുക, അല്ലെങ്കിൽ 2π മൈനസ് തീറ്റ ആണ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ. വാട്ട് ഈസ് ആർഗ്യുമെന്റ് തീറ്റ എന്ന് പറഞ്ഞ ആരാണ്? ഞാൻ 2π മൈനസ് തീറ്റ എടുത്തു. ഇറ്റ് ഈസ് 2π മൈനസ് തീറ്റയ്ക്ക് പോലെ നേരത്തെ കിട്ടിയ തീറ്റ ആരാ? π/4. ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8π മൈനസ് π 7π/4 എന്ന് വരും കേട്ടോ. പോളാർ ഫോം ആരാ? പോളാർ ഫോം z ഈക്വൽ ടു r cos തീറ്റ പ്ലസ് i sin തീറ്റ. r എത്ര? √2. അപ്പം √2 cos തീറ്റ എത്ര? 7π/4 പ്ലസ് i sin 7π/4. This is the required polar form. Any doubt? Simple അല്ലേ? ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഷുവർ ആയിട്ട് പോളാർ ഫോം ചെയ്യാൻ പഠിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? അപ്പം പോളാർ ഫോം മനസ്സിലായി, A+IB മനസ്സിലായി, ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടി നിങ്ങൾക്ക്. പിടിയിട്ടില്ല, എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആട്ടോ. ഓക്കെ, പിടിയിട്ടോ? ആയിക്കോട്ടോ, പൗസ് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക കേട്ടോ. ഇനി ഇതിലെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ പോളാർ ഫോം തന്നിട്ട് തിരിച്ച് എഴുതാൻ, അതിനെ ഇപ്പം പഠിപ്പിക്കും. ഇതോടെ കിടക്കട്ടെ. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ എന്താണ് ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്യുക. അത് നിങ്ങൾക്ക് അറിയാം, ഒരു ക്വസ്റ്റ്യൻ എടുത്തുതരാം. അത് കഴിഞ്ഞ് സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. പിന്നെ ഇതിൽ 2-3 എക്സെപ്ഷൻ കറക്കിക്കൊത്ത് ക്വസ്റ്റ്യൻസ് വരും, അതും കൂടെ എടുത്തുതരാം. ഓക്കെ, 2 വീഡിയോ കൂടെ മാക്സിമം. അപ്പോഴത്തേക്ക് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫുൾ മാർക്ക് കിട്ടും. ഞാൻ നിങ്ങൾക്ക് പറയുന്നത് A+ അല്ല, നിങ്ങൾക്ക് ഫുൾ മാർക്കിനുള്ള കാര്യങ്ങൾ തരാൻ ഞാൻ ശ്രമിക്കും. ഞാൻ എടുക്കുന്ന ചാപ്റ്റേഴ്സ് കഴിയുന്നെങ്കിൽ എല്ലാ ചാപ്റ്റർ എടുക്കുന്ന ചാപ്റ്റേഴ്സിൽ നിന്ന് വെളിയിൽ ഒരു ക്വസ്റ്റ്യൻ വരത്തില്ല, 100% ആണ്. ഓക്കെ, നോക്കാം. വേറൊരു ക്വസ്റ്റ്യൻ ആണ് തിരിച്ച് ചോദിക്കുന്നുണ്ട്. 18 ഇംപ്ലിമെന്റ്. ഒരു ക്വസ്റ്റ്യൻ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അതും കൂടെ എടുത്തുതരാം. മൾട്ടിപ്ലിക്കേറ്റീവ് അടുത്ത ക്വസ്റ്റ്യൻ 2018 കേട്ടോ. ഇൻവേഴ്സ് ഓഫ് എ 3 + 4i. അപ്പോൾ ആരാ? z ഈക്വൽ ടു 3 + 4i. ഇതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആരാ? z ഇൻവേഴ്സ് ഈക്വൽ ടു 1/z, which is equal to 1/3 + 4i ആണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ 2017 ചോദിച്ചു കേട്ടോ. അപ്പോൾ 1/z ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് 1/3 + 4i ഇൻറ്റു അവൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ 3 - 4i. അത് ന്യൂമറേറ്ററിലും കൂടെ. ദാറ്റ് ഈസ് 3 - 4i. ഡിനോമിനേറ്റർ a + b × a - b, a² - b². is 3 - 4i divided by a², 3² 9 - 4² 16, i² -1 minus plus. That is 3 - 4i by 25. ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതടാ. z equal to 3/25 - 4/25i. This is multiplicative inverse of the complex number. Clear ആണല്ലോ? സംശയമൊന്നുമില്ലല്ലോ? ഈ മോഡൽ ചോദിക്കാം കേട്ടോ എക്സാമിന്. ഓക്കെ, ഇനി ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഓക്കെ, ഇനി 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. തിരിച്ച് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എഴുതി തരാം. ക്വസ്റ്റ്യൻ ഇതാണ്, 2019 ക്വസ്റ്റ്യൻ കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് z is a complex number with modulus of z തന്നിട്ടുണ്ട് എത്രയാ? 2 and argument of z. ഇതാണ് argument of z കേട്ടോ. 4π/3 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, then first question, express z in A+IB form. Second question, find z bar. Third question, verify that z bar square equal to 2z. ഇതാണ് questions, 3 question. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചു. ഇതാണ് 3 ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ആർഗ്യുമെന്റ്. അപ്പൊ നമുക്ക് മോഡുലസ് ഓഫ് z ആണ് r എന്ന് പറഞ്ഞ ആരാ? 2. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇത് ആക്ച്വലി തിരിച്ചു ചോദിച്ചതാ. ഇനി ആർഗ്യുമെന്റ് ഓഫ് z എന്ന് പറഞ്ഞ ആർഗ്യുമെന്റ് ഓഫ് z ആണ്
തീറ്റ എന്ന് പറഞ്ഞാൽ ആരാ 4π/3. നിങ്ങൾക്കൊരു കാര്യം അറിയാം, പോളാർ ഫോം ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ z = r cos θ പ്ലസ് i sin θ. ക്ലിയർ? ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ എഴുതാൻ പോയാണ്. വിച്ച് മീൻസ് r എന്ന് പറഞ്ഞാൽ 2 cos θ എത്രയാ 4π/3 പ്ലസ് i sin 4π/3. നമുക്കിനി cos 4π/3 again z = നമുക്കിനി cos 4π/3 sin 4π/3 വാല്യൂ വേണം. ആദ്യം cos 4π/3 കണ്ടുപിടിക്കാം. cos ഇത് ട്രിഗണോമെട്രി ആണേ. ട്രിഗണോമെട്രി എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. cos 4π നമുക്ക് എങ്ങനെ എഴുതാം? cos π പ്ലസ് π/3 അല്ലേ? cos π പ്ലസ് π/3 ആണ് 4π/3 എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം cos π പ്ലസ് x എന്ന് പറഞ്ഞാൽ cos π പ്ലസ് x എന്ന് പറഞ്ഞാൽ മൈനസ് cos x എന്നാണ്. അപ്പൊ cos π പ്ലസ് x എന്ന് പറഞ്ഞാൽ π/3 ആരാ? മൈനസ് cos π/3 ആ ഫോർമുലയിൽ cos π പ്ലസ് x എന്ന് പറഞ്ഞാൽ മൈനസ് cos x എന്നാണ്. അപ്പൊ cos π പ്ലസ് π/3 എന്ന് പറഞ്ഞാൽ മൈനസ് cos π/3 ഫോർമുലയാണ് കേട്ടോ. ഇത് കണ്ടുപിടിക്കുന്ന ഷോർട്ട് കട്ട് ഞാനൊരു വീഡിയോയിൽ കീമിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും ഒന്നും കൂടെ ഇതിൽ റീ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞ് ഇന്നലെ റീ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അത് കണ്ടിട്ട് വേണം ട്രിഗണോമെട്രിക്ക് ഈ ഫോർമുലാസ് ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ പറഞ്ഞു. അപ്പൊ cos π പ്ലസ് എക്സിന്റെ ഫോർമുല മൈനസ് cos x ആണ്. അപ്പൊ cos π പ്ലസ് π/3 എന്ന് പറഞ്ഞാൽ മൈനസ് cos π/3. cos π/3 എത്ര? cos 60 1/2 that is minus 1/2. cos 4π/3 വാല്യൂ minus 1/2. സിമിലർലി ആര് വേണം? sin 4π/3 sin 4π/3 again sin π plus π/3. നമുക്കറിയാം sin π plus x again minus sin x. okay, cos π plus x minus cos x ആണ്. sin π plus x minus sin x. അപ്പോൾ ആരാണ്? minus sin π/3 which means sin 60 ആരാണ്? π/3 60 sin 60 എത്രയാണ്? √3/2 which means minus √3/2. okay, അപ്പോൾ cos 4π/3 minus 1/2 sin 4π/3 minus √3/2. അപ്പോൾ z എന്ന് പറഞ്ഞാൽ എഴുതുക. z എന്ന് പറഞ്ഞാൽ വെളിയിൽ ആരുണ്ട്? 2 into cos 4π/3 ക്ക് ഒരു ആര് കൊടുക്കാം? minus 1/2 plus i ഉണ്ട് i sin 4π/3 ക്ക് ഒരു ആര് കൊടുക്കാം? minus √3/2 minus √3/2. ഒന്ന് അടുക്കി എഴുതാം. എന്ത് വരും? 2 into minus 1/2 ഈ i ഇങ്ങനെ minus √3/2 i അപ്പുറത്ത് ഈ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ? പിടി കിട്ടിയോ? ഇത് ട്രിഗണോമെട്രി. ഇത് നമുക്ക് ചെയ്യാൻ അറിയാം. ട്രിഗണോമെട്രി വാല്യൂസ് കണ്ടുപിടിക്കണം. ഓക്കെ, അഗൈൻ ഈ 2 ഞാൻ അകത്ത് കയറ്റടാ. അപ്പോൾ ഈ 2 അകത്ത് കയറുമ്പോൾ എന്ത് വരും? minus 2/2 minus എന്താണ്? 2√3/2 i. ഒറ്റയടി ക്യാൻസൽ ചെയ്ത് കളഞ്ഞാലും മതി. ഓക്കെ അല്ലേ? അങ്ങനെ ചെയ്താൽ മതി. ഈ 2 അകത്ത് കയറുമ്പോൾ ഈ 2 into ക്യാൻസൽ ആയി, ഇതും ക്യാൻസൽ ആയി. അപ്പം എന്താണ്? -1 minus √3i. കിട്ടിയോ? ഈ 2 അകത്ത് കയറുമ്പോൾ 2 ക്യാൻസൽ ആവും. വീണ്ടും 2 ഇങ്ങോട്ട് കയറുമ്പോൾ ഈ 2 ക്യാൻസൽ ആവും. അപ്പം -1 minus √3i എന്ന് വരും. എന്ത്? z. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. x plus z in a plus ib ഫോം. എക്സ്പ്രസ് ചെയ്തേ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയേ. പിടി കിട്ടിയോ? സംശയം ഉണ്ടോ? ക്ലിയർ? സിമ്പിൾ അല്ലേ? ഇനി ബി സെക്കൻഡ് ക്വസ്റ്റ്യൻ. z ബാർ എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ് ഓഫ് z. അതിന്റെ കോൺജുഗേറ്റ് ആരാ? ഐയുടെ സൈൻ അങ്ങ് മാറ്റി കൊടുത്ത ആരാ? -1 plus √3i. അതാണ് കോൺജുഗേറ്റ്. ഓക്കെ, ഐയുടെ സൈൻ ഏതാണോ അതിനെ റിവേഴ്സ് ചെയ്യുക. അതാണ് ആരെന്ന്. ഇപ്പോൾ നെഗറ്റീവ് വന്നു, അതിനെ മാറ്റി എന്താ? ഈ പോസിറ്റീവ്. അതാണ് ആരെന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ് ഓഫ് z എന്ന് പറഞ്ഞാൽ. പിടി കിട്ടിയോ? സിമ്പിൾ അല്ലേ? അത്രയേ ഉള്ളൂ. അതാണ് ഏതെന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റ് ഓഫ് z എന്ന് പറഞ്ഞാൽ. ക്ലിയർ? ഫൈൻ. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വെരിഫൈ ദാറ്റ് mod z സ്ക്വയർ equal to 2 into z. നമുക്ക് സി മൂന്നാമത്തെ ചെയ്യാം. ഓക്കെയാണ്. ആദ്യം രണ്ടും ഓക്കെ ആണല്ലോ. ഓക്കെ, മൂന്നാമത്തെ കുറച്ച് ചെയ്യാൻ സ്ഥലം വേണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വെരിഫൈ ദാറ്റ് mod z സ്ക്വയർ. അയ്യോ, നമുക്ക് z എത്രയാണെന്നല്ലേ കിട്ടിയത്? ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ z ആരാണ്? -1 minus √3. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. സി. അപ്പൊ z ബാർ ആരാണ്? -1 ഇവനെ പ്ലസ് √3i. നമ്മൾ ബി പാർട്ട് ചെയ്തു. ഇവന്റെ സ്ക്വയർ വെരിഫൈ. ഇവന്റെ സ്ക്വയർ ചെയ്യാം. z ബാർ സ്ക്വയർ ചെയ്യാം. z ബാർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആരാണ്? -1 plus √3i the whole square. a plus b the whole square ആണ്. a square plus
2ab 2 into a എന്ന് പറഞ്ഞാൽ -1 into b ആരാ √3i. കാരണം ഈ -1 ഞാൻ a ആയിട്ട് എടുത്തു, പിന്നെ b ആയിട്ട് എടുത്തു. അല്ലെങ്കിൽ തിരിച്ചിട്ട് ഇടാം, അങ്ങോട്ട് a - b the whole square expansion യൂസ് ചെയ്യാം, കുഴപ്പമില്ല, ഇത് എടുത്താൽ മതി. a square plus 2a എന്ന് പറഞ്ഞാൽ -1 2ab plus b square √3i the whole square. ഓക്കെ, നമ്മൾ പിന്നെ സ്ക്വയർ ചെയ്തു. അപ്പോൾ അവിടെ എന്തോ ഒരു -1 square 1 plus 2 into -1 -2 that is -2 √3i plus ഇതെന്താണ് √3യുടെ സ്ക്വയർ 3i square that is 1 - 2 √3i. i square വാല്യൂ എന്താണ് -1 -1 into 3 -3 which means 1 - 3 ആരാണ് ഈ 1 -3 ആവുമ്പോൾ -2 √3i. ഇതാണ് z ബാർ സ്ക്വയർ എന്ന് പറഞ്ഞ. ഓക്കെ, ഇവിടെ കിട്ടിയോ? ഇനി z ബാർ സ്ക്വയർ ഈക്വൽ ടു ഒരു 2 കോമൺ എടു, അപ്പൊ ആര് വരും -1 √3i എന്ന് വന്നു അല്ലേ? ഇതാരാണ് z അല്ലേ? അപ്പൊ അവിടെ എന്താ എഴുതാ വെച്ചാൽ ഈക്വൽ ടു 2z, hence verified. z ബാർ സ്ക്വയർ ഈക്വൽ ടു 2z അല്ലേ? -1 √3i എന്ന് പറഞ്ഞ ആരാ? അപ്പൊ ഈ ടേം എന്ന് പറഞ്ഞ ആരാണ് z. അപ്പൊ ഈ ടേമിന് പോലെ z കൊടുത്തു, വെരിഫൈ ആയില്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പൊ ഇപ്പം ചോദിക്കുന്നത് ഇങ്ങനെ മോഡുലസും ആർഗ്യുമെന്റും തന്നിട്ട് തിരിച്ച് കോംപ്ലക്സ് നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം പോളാർ ഫോമിൽ ഇട്ട് കൊടുത്ത് കണ്ടുപിടിക്കാം. പിടികിട്ടിയോ? സിമ്പിൾ അല്ലേ? അപ്പൊ ഇങ്ങനത്തെ മോഡൽ നമുക്ക് ഇനിയും ചെയ്യാം. ഓക്കെ, കുറച്ചും കൂടെ ടഫുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഒരു 1-2 വീഡിയോ വെച്ച് കോംപ്ലക്സ് നമ്പർ കംപ്ലീറ്റ് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ കംപ്ലീറ്റ് ഫുൾ മാർക്ക് ആയി കഴിഞ്ഞു. കോംപ്ലക്സ് ആയി നമുക്ക് അടുത്ത ചാപ്റ്റർ നമുക്ക് പെർമ്യൂട്ടേഷൻ, ബൈനോമിയൽ, ലിമിറ്റ്സ്, സ്ട്രൈറ്റ് ലൈൻസ്, കോണിക് സെക്ഷൻ. ഓക്കെ, 3 ഡയമെൻഷൻ ജോമെട്രി വേണമെങ്കിൽ സിമ്പിൾ ചാപ്റ്റർ ആവശ്യമുണ്ടെങ്കിൽ എടുത്തുതരാം. ട്രിഗണോമെട്രി, റിലേഷൻ ഫംഗ്ഷൻസ്, ഇൻഡക്ഷൻ 2-3 പ്രോബ്ലംസ് പ്രൂവ് ചെയ്യാനുള്ളത്. സെറ്റിലെ ഇത്തിരി മിസ്കൺസെപ്റ്റ് ആയിട്ട് വരും, നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ട് യൂണിറ്റ് സെക്ഷൻ ആവുന്ന എടുക്കില്ല, അതൊക്കെ നിങ്ങൾ പഠിച്ചോ. ഇമ്പോർട്ടൻ്റ് അല്ല ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. ഓക്കെ, സമയം കിട്ടുകയാണെങ്കിൽ കംപ്ലീറ്റ് എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ടോപ്പിക് കവർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കോംപ്ലക്സ് നമ്പർ കംപ്ലീറ്റ് ടോപ്പിക്കും ആയിട്ടുണ്ട്. ഈ പോളാർ ഫോം ഇതിലൊന്നും ഇനി വേറെ ക്വസ്റ്റ്യൻസ് വെളിയുന്നില്ല, പഠിക്കുക. ഓക്കെ, മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിന് ഒക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ശരി, എന്നാൽ നെക്സ്റ്റ് വീഡിയോ കാണാം.